Assalamualaikum, it's me Nihala Nasik, Easy Home Cook. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ബിഗിനേഴ്സിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ആദ്യമായിട്ടൊക്കെ ഡെലിവറിക്ക് പോകുമ്പം അല്ലെങ്കിൽ ഡെലിവറി ചെയ്യാനുള്ള ആൾക്കാർക്ക് എന്തൊക്കെ വാങ്ങണം, ഏതൊക്കെ സാധനങ്ങളാണ് നമുക്ക് പ്രസവിച്ച പാടെ നമുക്ക് ആവശ്യമുള്ള, എന്തായാലും ഒരു 2 മാസം 1 മാസമൊക്കെ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല നമ്മുടെ ബേബിക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ. അപ്പം അത്തരം നമ്മൾ മുന്നേ ആയിട്ട് വാങ്ങി വെക്കേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ 2 പാർട്ടായിട്ടാണ് ഇടുന്നത്. ആദ്യം ഞാൻ എന്തൊക്കെ വാങ്ങി എന്നുള്ളത് കാണിച്ചു തരാം. പിന്നെ ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ഹോസ്പിറ്റൽ ബാഗിൽ എന്തൊക്കെ വെക്കുന്നത്, നമ്മൾ കൊട്ടയിലായിരിക്കും ചിലരൊക്കെ അല്ലേ വെക്കുക. അപ്പം അതാണ് ഞാൻ കാണിച്ചു തരുന്നത്. എൻ്റെ 3rd ഡെലിവറി ആണിത്. അപ്പം ഞാൻ എൻ്റെ 2 ഡെലിവറിക്ക് എനിക്ക് തോന്നുന്നു 7 month ഒക്കെ ആയപ്പം ഹോസ്പിറ്റൽ ബാഗ് കൊട്ട പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനാണ് ഇത്ര ലേറ്റ് ആയത്. അപ്പം എനിക്ക് 32 വീക്സ് കഴിഞ്ഞ് 33 വീക്സിലേക്ക് ആവാനായി. അപ്പം ഈ ഒരു സമയമാണ് ഞാൻ ഈ ഒരു ഇത് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കും കൂടി അത് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം എന്തായാലും ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം ആദ്യം തന്നെ നമുക്ക് അത്യന്തികമായിട്ട് ആവശ്യമുള്ളത് ഡ്രസ്സായിരിക്കും അല്ലേ. ഇപ്പം ബേബിക്കുള്ള സാധനങ്ങൾ മാത്രമല്ല നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതും നമുക്ക് വാങ്ങേണ്ടതുമായിട്ടുള്ള സാധനങ്ങൾ, നമ്മൾക്കും കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അപ്പം ആദ്യമായിട്ട് ഇപ്പം എനിക്ക് സിസേറിയൻ ആണ്. അപ്പം ഞാനത് മുൻകൂട്ടി കാണണമല്ലോ. അപ്പം 4 ദിവസമായിരിക്കും നമുക്ക് അവിടെ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ട ദിവസം എന്ന് പറയുന്നത്. അപ്പം 4 മാക്സി തീർച്ചയായും നമ്മൾ എടുത്തിരിക്കണം. അപ്പം ഞാൻ എന്തായാലും അപ്പം ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുട്ടികളെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം മഞ്ഞ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ എക്സ്ട്രാ ഒരെണ്ണം കരുതാം. അങ്ങനെ ഞാൻ ടോട്ടൽ 5 മാക്സി, 4 എണ്ണം എനിക്ക് ഓൾറെഡി വേണം, പ്ലസ് ഒന്നുകൂടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കിപ്പോൾ ഞാൻ 2 ഡെലിവറിക്കും ഞാൻ ഇതുപോലെ തന്നെ ആട്ടോ കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷേ എപ്പോഴും എനിക്ക് 1 മാക്സി പെൻഡിങ് ആയിരിക്കും. അപ്പം അങ്ങനെ കൂട്ടിയെടുക്കുന്നത് നന്നായിരിക്കും. ഇതൊക്കെ ഞാൻ AM എന്ന് വാങ്ങിയതാട്ടോ, അങ്ങനെയല്ല. ഞാൻ റേറ്റും കൂടി ജസ്റ്റ് പറഞ്ഞുതരാം. 195 റുപ്പീസിനാണ് ഈ മാക്സിയൊക്കെ ഞാൻ വാങ്ങിയത്. നല്ല രസമല്ലേ കാണാൻ. പിന്നെ നമ്മൾ എന്താ പറയുക, ഡെലിവറിക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്ന സമയത്ത് കൂടുതൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പം ലൈറ്റ് കളേഴ്സ് നോക്കിയെടുക്കുക. മെയിനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ വേണ്ട ഒരു സാധനമാണ് പാമ്പേഴ്സ്. തീർച്ചയായിട്ടും ICUവിൽ നിന്ന് ICUവിലൊക്കെ നമ്മളെ കുട്ടീനെ ഇടുന്ന സമയത്ത് ഇപ്പോൾ 2 മണിക്കൂറൊക്കെ ഒബ്സർവേഷനിലൊക്കെ എടുത്തല്ലോ, ആ സമയത്തൊക്കെ അവർ പാമ്പേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുക കേട്ടോ. ഡൈപ്പർ ആയിരിക്കും യൂസ് ചെയ്യുക. പാമ്പേഴ്സ് കമ്പനി അല്ല, ഡൈപ്പർ ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പം നമ്മളും ഇത് കരുതുന്നത് നന്നായിരിക്കും. കാരണം ചില ഹോസ്പിറ്റലിലൊന്നും നമുക്ക് കഴുകി ആറിടാനുള്ള സെറ്റപ്പ് ഉണ്ടാവില്ല. ഇനിയിപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കുട്ടികൾ ആദ്യമായിട്ട് പോകുന്നൊരു മോഷനുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് കഴുകി വൃത്തിയാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ആ സമയത്ത് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന നമ്മൾ ആ ഒരു 4 ദിവസങ്ങളിൽ നമുക്ക് പാമ്പേഴ്സ്, അതായത് ഡൈപ്പർ നമ്മൾ സൂക്ഷിക്കുന്നത്, നമ്മളെ കൊട്ടയിൽ വെക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ഞാൻ ഹോസ്പിറ്റലിൽ തുണി വെച്ച് കൊടുക്കാറില്ല കേട്ടോ. ഞാൻ പാമ്പേഴ്സ് ഡൈപ്പർ തന്നെയാണ് യൂസ് ചെയ്യൽ. ഇതിപ്പം ഞാൻ 52 പാൻസിൻ്റെതാണ് വാങ്ങിയത്. സ്മോളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. പക്ഷെ ന്യൂ ബോൺ കിട്ടുകയാണെങ്കിൽ ന്യൂ ബോൺ ആയിരിക്കും ഒന്നുകൂടെ നന്നാവുക. പക്ഷെ പാമ്പേഴ്സിൽ എനിക്ക് തോന്നുന്നു പാമ്പേഴ്സ് കമ്പനിയിൽ സ്മോളും ന്യൂ ബോണും ഒക്കെ ഏകദേശം ചെറിയൊരു വ്യത്യാസമേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. ഇത് മുഴുവനായിട്ട് എനിക്ക് ആവശ്യമില്ല. ഒരു 15 എണ്ണം ഞാൻ ഹോസ്പിറ്റലിലേക്ക് എടുത്ത് വെക്കും. പിന്നെ ചെറിയ കുട്ടി ആയതുകൊണ്ട് ഇപ്പം ന്യൂ ബോൺ ആകുമ്പോൾ തന്നെ നമുക്ക് ഒരു, അതായത് അപ്പിട്ട് കഴിഞ്ഞ് തന്നെ നമുക്ക് പെട്ടെന്ന് മാറ്റി കൊടുക്കണം. അതായത് അവരുടെ സ്കിന്നിന് പെട്ടെന്ന് റാഷസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ പൈസ നോക്കിയിട്ട് കാര്യമില്ല, പെട്ടെന്ന് നമ്മൾ ഡൈപ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക തന്നെ വേണ്ടി വരും കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ സെക്കൻഡ് ആയിട്ട്. പിന്നെ നമ്മൾ സെറ്റപ്പ് ആക്കി വെക്കേണ്ട ഒരു സാധനം എന്താണെന്നറിയോ? നമ്മളെ കുട്ടികളെ തുണി നമ്മൾ കെട്ടിക്കൊടുക്കൂലേ, അതും നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഇതിപ്പം കര അടിച്ചിട്ടില്ല. ഞാനിതുപോലെ ഇങ്ങനെ ഒരു സ്ക്വയർ ടൈപ്പിൽ നമുക്കിതുപോലെ കണ്ടോ ഇങ്ങനെ മടക്കി കുട്ടികൾക്ക് വെച്ച് കൊടുക്കാനുള്ള രീതിയിൽ വെട്ടിയൊക്കെ ശരിയാക്കി വെച്ചതാണ്. ഇതുപോലെ നമുക്ക് കെട്ടി യൂസ് ആക്കാൻ പറ്റുന്ന തുണി കേട്ടോ. അപ്പം ഇത് ഞാൻ 2 മീറ്റർ മല്ല് വാങ്ങിയിട്ട് എനിക്ക് എത്ര പീസ് കിട്ടിയെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. 8 പീസ് കേട്ടോ. 2 മീറ്റർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ
8 സെറ്റ് തുണി കിട്ടും. പിന്നെ ഇപ്പം എന്തായാലും മൂത്രമാവാനുള്ളതാണല്ലോ. അപ്പം നമ്മൾ വീട്ടിൽ മാരൊക്കെ ഉണ്ടെങ്കിൽ അവർ തുണി എടുക്കുന്നവരാണെങ്കിൽ അവരുടെ തുണി 2 എണ്ണം ഇങ്ങോട്ട് എടുക്കുക, എന്നിട്ട് അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെക്കുക കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം എന്തായാലും മൂത്രം അപ്പിയൊക്കെ ആവാനുള്ളതല്ലേ. അപ്പം ഫസ്റ്റ് ടൈമിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ക്ലോത്ത്സ് ഒക്കെ യൂസ് ചെയ്താൽ മതി. പക്ഷെ അത് വിചാരിച്ചിട്ടൊരു വൃത്തി ഇല്ലാത്തത് എടുക്കണം എന്നല്ല കേട്ടോ. ഇച്ചിരി ഒന്ന് കളറൊക്കെ ഒന്ന് മങ്ങിപ്പോയാലും നല്ലോണം നമ്മൾ വൃത്തിയാക്കി വാഷ് ചെയ്തിട്ട് നമുക്ക് എടുത്താൽ മതി. അപ്പം അതാണ് തേർഡായിട്ട് ഞാൻ കാണിച്ചു തന്നത്. ഈ ഒരു ഐറ്റം കൂടി നോക്കണം. കരയൊക്കെ അടിച്ചിട്ട് നല്ല സെറ്റ് ചെയ്തിട്ട് വെച്ചാൽ മതി. ഓക്കെ. പിന്നെ ഞാൻ വാങ്ങിയ സാധനം എന്ന് പറയുന്നത് ഇത് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഡ്രൈ ഷീറ്റ് എന്ന് പറയും. ചിലർക്കൊന്നും ഈ ഡ്രൈ ഷീറ്റ് എന്താണെന്നുള്ളത് അറിയൂല ഇപ്പോഴും. പണ്ടൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നത് എന്താ പറയുക, ഷീറ്റ് ആയിരിക്കും അല്ലേ. അപ്പം ഇപ്പം ഷീറ്റല്ല, ഇപ്പം ഡ്രൈ ഷീറ്റാണ്. അതായത് ഇതിൻ്റെ ബാക്കിൽ ഇതുപോലെ ആയിരിക്കും വരിക. അതാവുമ്പോൾ നമ്മളിവിടെ കുട്ടി മൂത്രം ഒഴിച്ചാലും ഇപ്പുറത്തേക്ക് ആവില്ല. ഇതന്നെ മൂത്രം വലിച്ചു കുടിക്കുന്നതാണ്. ഓക്കെ. അപ്പം ഇതിന്മേൽ കിടത്തിയിട്ട് നമുക്കിപ്പോൾ ബെഡൊക്കെ കൊണ്ടുപോകുമല്ലോ. അപ്പം ബെഡിൽ ഇത് പിരിച്ചിട്ട് വേണം നമ്മൾ കുട്ടീനെ തുണിയിൽ കിടത്താൻ. അപ്പം മൂത്രം ഡയറക്റ്റ് ഇതിലേക്കേ ആവത്തുള്ളൂ, നമ്മളെ ബെഡിലേക്ക് ആവത്തില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനൊരു ഐറ്റം എന്തായാലും നമുക്ക് വാങ്ങാം. ഇത് പല റേറ്റിലുണ്ട്, പല നീളത്തിലുണ്ട്. ഞാൻ വാങ്ങിയത് 319 രൂപക്കാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാനിതാ സോക്സിൻ്റെ ഒരു സെറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇതിലിപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം. 8 പീസ് വരുന്ന ഒരു സോക്സിൻ്റെ സെറ്റാണിത്. ഇതിന് 199 രൂപയാണ്. ഇത് മീമീൻ്റെതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ബ്രാൻഡും നോക്കിയിട്ട് ടവൽസും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വാങ്ങണം. കാരണം നമ്മൾ കുട്ടികളെ ഫേസിലൊക്കെ റബ്ബ് ചെയ്യാനുള്ള ഐറ്റമാണിത്. അപ്പോൾ കുറച്ച് ക്വാളിറ്റിയിൽ തന്നെ നോക്കിയെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയത് 3 സെറ്റ് സോക്സ് ആണ്. ന്യൂ ബോണിൻ്റെ സോക്സ് ആണ്. അപ്പം ഇതെന്താ വെച്ചാൽ, ഇത് വാങ്ങിയത് എന്തിനാ വെച്ചാൽ കുട്ടികളെ എപ്പോഴും നമ്മൾ എന്താ പറയുക, നല്ല കവറിങ് ആയിട്ട് ഇതാക്കണം. അപ്പോൾ നമ്മൾ ജബലൊക്കെ ഇടുന്ന സമയത്ത്, ഇപ്പോൾ കുടുക്കൊക്കെ ഉള്ള കുടുക്ക് ടൈപ്പുള്ള ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കാലൊന്നും മൂടൂല അല്ലേ. ഇപ്പം റോംബേഴ്സ് ഇടുമ്പോഴായിരിക്കും കാലൊക്കെ മൂടുക. അപ്പം ആ ഒരു സമയത്ത് നമുക്ക് സോക്സൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ജൂണിലാണല്ലോ എൻ്റെ ഡെലിവറി വരുന്നത്. ജൂൺ ലാസ്റ്റ് ജൂലൈ ഫസ്റ്റിലൊക്കെ ആയിട്ടായിരിക്കും. അപ്പം എന്തായാലും മഴക്കാലമായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാനിത് എന്തായാലും മസ്റ്റായിട്ട് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഞാൻ വാങ്ങിയത് വൈപ്സ് ആണ് കേട്ടോ. ഇത് 2 എണ്ണം എടുത്താൽ 2 എണ്ണം ഫ്രീ എന്നാണ്. ഒന്നിന് 149 റുപ്പീസാണ്. അപ്പം വൈപ്സ് നമുക്ക് ഭയങ്കരമായിട്ട് ആവശ്യമുള്ളൊരു ഐറ്റമാണ്. കാരണം നമ്മൾ ഹോസ്പിറ്റലിലേക്കൊക്കെ ഈ ഒരു എണ്ണ എന്തായാലും നമ്മൾ കൊണ്ടുപോകണം. കാരണം നമ്മൾ കുഞ്ഞിനെ നമുക്ക് വെള്ളം കൊണ്ട് അധികം കഴുകി വൃത്തിയാക്കാൻ പറ്റൂല അല്ലേ. അപ്പം ആ ഒരു സമയത്ത് പിന്നെ തണുപ്പും മഴക്കാലമൊക്കെ ആകുമ്പോൾ തന്നെ അങ്ങനെ നമ്മൾ ചെയ്യാത്തതായിരിക്കും ഒന്നുകൂടെ നന്നാവുക. പിന്നെ വൈപ്സൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഉരച്ച് എന്താ പറയുക, നമ്മൾ ഡോളിനൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യരുത്. ഭയങ്കര സോഫ്റ്റായിട്ട് ജെന്റിലായിട്ട് ചെയ്യാം. അപ്പം ഈ ഒരു വൈപ്സും കൂടി നമുക്ക് ആവശ്യമാണ്. പിന്നെ ഞാൻ വാങ്ങിയ ഐറ്റം എന്താ, ഇത് 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇതിപ്പം നമുക്ക് തുണിക്ക് പകരം, എനിക്കറിയാം എല്ലാവർക്കും അറിയാം, ഇങ്ങനെ കുടുക്കിട്ട് യൂസ് ചെയ്യുന്ന അടിയിൽ ഉള്ളിൽ പാഡ് വരുന്ന ഐറ്റം ഉണ്ട് അല്ലേ. ഇത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ കുട്ടിക്ക് ഇട്ട് കൊടുക്കലാണ്. ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെച്ചിട്ട് കുട്ടിക്ക് കെട്ടി കൊടുക്കുന്ന ഒരു ഐറ്റമാണ്. ഇതും നമുക്ക് എന്താ പറയുക, ഒരു ഡൈപ്പർ പോലെ തന്നെയാണ് ഇത്. പക്ഷെ പെട്ടെന്ന് മാറ്റി കൊടുക്കണം. ഒരു 2-3 മൂത്രമൊക്കെ നിൽക്കുകയുള്ളൂ കേട്ടോ. എന്ത് നമുക്ക് പെട്ടെന്ന് കുട്ടിയെക്കുറിച്ച് വേണ്ട ഐറ്റം എന്ന് പറയുന്നത് നമ്മളെ കുട്ടീനെ റിസീവ് ചെയ്യണ്ട. അപ്പം ഇത് റിസീവിങ് ടവൽ എന്നാണ് ശരിക്കും പറയുക. പക്ഷേ ഇത് നമുക്ക് എല്ലാത്തപ്പോഴും ഒക്കെ ആവശ്യമല്ലേ. കുട്ടികളെ എപ്പോഴും മൂടിക്കൊണ്ട് നടക്കണം. ഇത് ഞാൻ 2 കളറിൽ നോക്കിയതായിരുന്നു കേട്ടോ. ബ്ലൂലും പിങ്കിലും. ഏതാ കുട്ടീനെ അറിയില്ലല്ലോ. പക്ഷേ കോമൺ ആയിട്ട് ഒരു കളറും കിട്ടിയില്ല, ബ്ലൂവും കിട്ടിയില്ല. അതുകൊണ്ട് ഏകദേശം ഈ ഒരു ഷെയ്ഡും പിങ്ക് പിന്നെ ഇങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2 എണ്ണമാണ് വാങ്ങിയത്. ഇതെങ്ങനെയാ വെച്ചാൽ നമ്മൾ കുട്ടീനെ ഇതിലേക്ക് എടുത്തു. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ കണ്ടോ, നന്നായിട്ട് നമുക്ക് കുട്ടീനെ ഇങ്ങനെ റിസീവ് ചെയ്യുന്ന ഒരു ടവലല്ലേ. അപ്പം ഇതെന്തായാലും നമുക്ക് പുതിയത് ഞാൻ 2 എണ്ണമാണ് വാങ്ങിയത്.
പിന്നെ എനിക്ക് ഞാൻ പറയില്ലേ 3rd ഡെലിവറി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഓൾറെഡി എൻ്റെ സെക്കൻഡ് ബേബീൻ്റെ ഐറ്റംസ് ഒക്കെ എനിക്കുണ്ട്. അപ്പം ഹോസ്പിറ്റലിലേക്ക് ഞാൻ എന്തായാലും ഒരു 4 എണ്ണം തീർച്ചയായിട്ടും എടുക്കും. കാരണം ഒന്നിൽ തന്നെ പൊതിഞ്ഞയിൽ തന്നെ കുട്ടീനെ പൊതിഞ്ഞ് അങ്ങനെ കൊണ്ട് നടക്കാൻ പറ്റില്ല. ഭയങ്കര നമ്മൾ എന്താ പറയുക, ഫാൻ ഇടാത്തതുകൊണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ. ഫാൻ ഇടുമ്പം ഇതിൽ സൗണ്ട് കേൾക്കുന്നുണ്ട്, അതാണ്. അപ്പം ഒരു 4 എണ്ണം എന്തായാലും നമ്മൾ എടുക്കാം. മഴക്കാലമായതുകൊണ്ട് നമുക്ക് കഴുകി യൂസ് ആക്കാനും പറ്റില്ല. അപ്പം അതൊക്കെ നമ്മൾ മുന്നിട്ട് കാണണം. അതുകൊണ്ട് ഞാൻ 4 എണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ 4 എണ്ണം എടുക്കും. പിന്നെ ഒരു തോർത്തുമുണ്ട് ഞാൻ ഒരെണ്ണ എടുക്കുന്നുള്ളൂ, അതേ നമുക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ. അതായത് ഇത് ബൈസ്റ്റാൻഡേഴ്സിനും കൂടി യൂസ് ചെയ്യേണ്ട ടവലല്ല. ഇത് നമുക്ക് ഞാൻ ഒരു ഡെലിവറി ചെയ്യുന്ന ആൾക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് മാത്രമായിട്ടോ കാണിച്ചു തരുന്നത്. അപ്പം എനിക്ക് ഈ ഒരു മുണ്ട് മാത്രം മതിയാവും. മുണ്ട് എന്നാട്ടോ നമ്മൾ പറയൽ. തോർത്ത് പല സ്ഥലത്ത് പലതായിരിക്കും പറയാം. അപ്പോൾ അത് അത്യാവശ്യം വലുപ്പത്തിൽ അപ്പം ഇങ്ങനെ പ്രിന്റിലൊക്കെ കിട്ടാനുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങിയതേ ഉള്ളൂ. അപ്പം അതൊന്ന്. പിന്നെ കുട്ടിക്ക് ഉള്ള ചെറിയൊരു ടർക്കി. കുട്ടീനെ ഇപ്പം അഥവാ നമുക്ക് എന്തെങ്കിലും കഴുകേണ്ടിയൊക്കെ വന്നാൽ അത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ടർക്കി പോലത്തെ ഒരു ഐറ്റം വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ 2 എണ്ണം. ഇത് 2 ഹോസ്പിറ്റലിലേക്ക് എടുക്കും കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ജസ്റ്റ് ഇത് നമ്മൾ ഇങ്ങനെ ഇത് ഞാൻ കിച്ചൺ പർപ്പസിന് വേണ്ടി വാങ്ങിയതായിരുന്നു കേട്ടോ. പക്ഷേ ഇത് നമുക്ക് എന്താ പറയുക, ഇത് കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക കുട്ടിക്കും കൂടി യൂസ് ആക്കാം എന്ന് വിചാരിച്ചു. അതായത് അവരുടെ എന്താ പറയുക എന്തെങ്കിലും പാലൊക്കെ ഒലിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് കൈമേൽ വെച്ചിട്ട് നമുക്കൊരു ടവൽ. പിന്നെ നമ്മൾ മെയിനായിട്ട് വാങ്ങുന്ന ഒരു ഐറ്റം ഉണ്ട്. ഞാൻ എൻ്റെ ആദ്യത്തെ പ്രസവത്തിലൊക്കെ എനിക്ക് ആപ്പിളി കഴിഞ്ഞതാണ് ഞാൻ അപ്പം നമ്മൾ ബെഡൊക്കെ പെട്ടെന്ന് വൃത്തികേടാവും കേട്ടോ. കാരണം നമ്മൾ എപ്പോഴും നമുക്ക് ഷീറ്റിലും പെട്ടെന്ന് കുട്ടീൻ്റെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഷീറ്റ് കിടത്തി ചെയ്യാനൊന്നും ഫസ്റ്റത്തെ ഡെലിവറിക്കൊന്നും നമുക്ക് അങ്ങനെ അത്ര വിവരമൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ വിവരം ഉണ്ടെങ്കിൽ തന്നെ സാഹചര്യം അത് ഒത്തുവരില്ല എന്നുള്ളതാണ് സത്യം. അപ്പം നമ്മൾ ബെഡ് വൃത്തിയാക്കി വെക്കുക എന്നുള്ളത് നമ്മളൊരു കടമായിരിക്കണം. അതുകൊണ്ട് ബെഡ്ഷീറ്റ് പിരിക്കുന്നതിന് മുന്നേ ഇതുപോലൊരു വലിയ ഷീറ്റ്, അതായത് നമ്മുടെ ബെഡ് സൈസിന് പറ്റിയ ഒരു വലിയ ഷീറ്റ് വാങ്ങിയിട്ട് ബെഡിന് ഇട്ടിപ്പോഴേ അങ്ങോട്ട് വെക്കുക. കാരണം നമ്മൾ എപ്പോഴാണ് പ്രസവിക്കാൻ പോകുന്നത്, നമുക്ക് എപ്പോഴാണ് വേദന വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു 32 വീക്സ് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. കാരണം ഞാൻ എൻ്റെ ആദ്യത്തെ ആൾ 38 വീക്സിൽ, സെക്കൻഡ് ആൾ 37 വീക്സിലാണ്. അപ്പം ഇത് ഞാനൊരു ജൂൺ പകുതി ശേഷം എപ്പോഴും എനിക്ക് ചിലപ്പം ഡെലിവറി ആയേക്കാം. അപ്പം ഇപ്പോഴേ അത് ഞാൻ എൻ്റെ ബെഡിൽ ഫിക്സ് ചെയ്ത് വെക്കും കേട്ടോ. നമ്മൾ എവിടെയാണോ പ്രസവിച്ച് കിടക്കുന്നത് ആ ബെഡിൽ ഇങ്ങനെ ഒരു ഷീറ്റ് നന്നായിരിക്കും. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനമാണ്, എല്ലാവരും പറയും മുൻകൂട്ടി വാങ്ങി വെക്കരുത് എന്നുള്ളത്. പക്ഷേ അതൊക്കെ പഠിച്ചവൻ്റെ അടുത്താണ് ഞാൻ എപ്പോഴും എൻ്റെ കുട്ടിക്ക് വാങ്ങി വെക്കാറുണ്ട് കേട്ടോ. ഞാനിതാ ഇതുപോലത്തെ കണ്ട, ഇതൊക്കെ പല കളേഴ്സിലും പല പല മോഡലുകളിലും ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒക്കെ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. എല്ലാം ഇങ്ങനെയുള്ള ജബല ഐറ്റംസ് ഒക്കെ ഞാനൊരു 9 എണ്ണം വാങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം 2 or 3 വെച്ച് മാറി കൊടുക്കേണ്ട രീതിയിൽ. അങ്ങനെ 9 ഡ്രസ്സ്. ഈ 9 ഡ്രസ്സും ഞാൻ ഹോസ്പിറ്റലിലേക്ക് എടുക്കുന്നുണ്ട്. കാരണം പിന്നെ നമ്മൾ മാക്സി എടുത്ത് വെക്കുന്നതോടുകൂടി തന്നെ നമ്മളെ ഇന്നർ വെയേഴ്സും കൂടി എടുത്ത് വെക്കേണ്ടതുണ്ട്. അതും ഒരു 5 എണ്ണം എടുത്ത് വെക്കാം കേട്ടോ. മാക്സിക്ക് അനുസരിച്ച് തന്നെ 5 ഇന്നർവെയേഴ്സും കൂടി നമ്മൾ സെറ്റപ്പ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതൊക്കെ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഹോസ്പിറ്റൽ ബാഗിലേക്ക് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണും. പിന്നെ ഇതുപോലെയുള്ള ഐറ്റം എല്ലാ സ്റ്റോറിലും അവൈലബിൾ ആണ്. മീഷോയിൽ, ഫ്ലിപ്കാർട്ടിൽ ഒക്കെ ഉണ്ട്. ഷോപ്പിൽ പോയി വാങ്ങുകയാണെങ്കിൽ അങ്ങനെയുണ്ട്. ഇതൊരെണ്ണം നന്നായിരിക്കും കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. കാരണം എപ്പോഴും നമുക്ക് ബെഡിൽ തന്നെ കുട്ടീനെ കിടത്താൻ പറ്റില്ല. അപ്പം എന്താ പറയുക, കുട്ടീനായിട്ട് എന്തായാലും നമുക്ക് ഇയർ ടെസ്റ്റിന്, അവരുടെ ബ്ലഡ് ടെസ്റ്റിനും ഒക്കെ പുറത്ത് പോകേണ്ടി വരും. മീൻസ് റൂമിൽ നിന്ന് പുറത്ത് പോകേണ്ടി വരും. അപ്പം ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ക്യാരി ബാഗ് ഉള്ളത് നന്നായിരിക്കും കേട്ടോ. ഇത് പല മോഡലിലുണ്ട്. തോണി ടൈപ്പിലൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഉണ്ട്. എൻ്റെ സെക്കൻഡ് ബേബിക്ക് ഞാൻ വാങ്ങിയതുണ്ടായിരുന്നു. അപ്പം ആ തോണിയേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു അതും ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ സുഖമാണ് കേട്ടോ. പക്ഷെ ഇത് നമുക്ക് ഒന്നുകൂടെ വാഷൊക്കെ ചെയ്ത് നമുക്ക് നല്ല ധൈര്യത്തിൽ യൂസ് ആക്കാൻ പറ്റും. അത് നമുക്ക് അങ്ങനെ വാഷ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ ഒരു ഐറ്റം നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിലേക്ക് നല്ല ഉപകാരമായിരിക്കും കേട്ടോ. അപ്പം ഇതൊന്ന് എന്തായാലും നമ്മൾ ബാഗിലോ.
അപ്പൊ ഇതൊരെണ്ണം എന്തായാലും നമ്മൾ വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ അതുപോലെ നമുക്ക് ഒരു 2-3-4-5 സെറ്റ് ക്യാപ്പ് ഉണ്ടല്ലോ. ഇതൊന്നും ഞാനിപ്പോൾ വാങ്ങിയതല്ല കേട്ടോ. ഇതൊക്കെ എൻ്റെ സെക്കൻഡ് ബേബിക്ക് വേണ്ടിയിട്ട് അവന് ജനിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര ഓഫറിൽ കിട്ടിയത്. ഓരോ ക്യാപ്പിനും 50 റുപ്പീസ് വെച്ചിട്ട് ഞാൻ മാങ്കാവെന്ന് വാങ്ങിയതായിരുന്നു. അവിടുത്തെ കിഡ് സ്റ്റോറിൽ അവിടുന്ന് വാങ്ങിയത് ഹൈറ്റ് ആയിരുന്നു കേട്ടോ. പല മോഡലിലുള്ള ക്യാപ്സും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പം 50 രൂപ എന്ന് കണ്ടപ്പോൾ വാങ്ങിയതാണ്. കാരണം നമുക്ക് എത്ര കുട്ടികൾ ജനിച്ചാലും ഇനിയിപ്പം നമ്മൾ അറിവിൽ ആർക്കെങ്കിലും ജനിച്ചാലൊക്കെ നമുക്ക് കൊടുക്കാമല്ലോ, ഷെയർ ചെയ്യാമല്ലോ. അങ്ങനെ വാങ്ങിയതായിരുന്നു കേട്ടോ. ഇത് ഒരുപാട് എണ്ണം ഉണ്ട്. പക്ഷെ ഹോസ്പിറ്റലിലേക്ക് ഞാനൊരു 5-6 എണ്ണമാണ് എടുക്കുന്നത്. ഇനി ലാസ്റ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നത് ഇങ്ങനെ ഒരു ബെഡാണ് കേട്ടോ. ഇത് എൻ്റെ സെക്കൻഡ് ഡെലിവറിക്ക് ഞാൻ സെക്കൻഡ് ബേബിക്ക് വേണ്ടി വാങ്ങിയതായിരുന്നു. പക്ഷേ അവൻ അധികം ഇതിൽ കിടന്നിട്ടില്ല, അധികം തൊട്ടിലിൽ തന്നെ ആയിരുന്നു. പക്ഷേ അത് വിചാരിച്ചിട്ട് നമ്മൾ ഈ ഒരു ഐറ്റം നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഉറപ്പായിട്ട് നമ്മളിങ്ങനത്തെ ഒരു ബെഡ് വാങ്ങണം. പിന്നെ ചിലർ വാങ്ങുന്ന സമയത്ത് ചെറുതായിരിക്കും വാങ്ങാം. ഒരിക്കലും അങ്ങനെ വാങ്ങരുത്. വാങ്ങുമ്പോൾ തന്നെ വലുത് വാങ്ങണം. കാരണം നമ്മളെ കുട്ടികൾ ഓരോ ദിവസം കൂടുമ്പോൾ, ഓരോ 1 വീക്ക് കൂടുമ്പോഴും വലുതായി വരും. അവരുടെ കളികളും ഇളക്കങ്ങളും മറയലും ഒക്കെ കൂടി വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് വലിയ ബെഡായിരിക്കും നന്നാവാം. മറ്റേത് ചെറുത് വാങ്ങുന്ന സമയത്ത് അവർ ബെഡിൻ്റെ സൈഡിലോട്ട് പോയിട്ട് ബെഡ് മറിഞ്ഞിങ്ങനെ പോകും. അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് വാങ്ങുന്നവരൊക്കെ വലിയ ബെഡ് തന്നെ ചൂസ് ചെയ്ത് വാങ്ങണം. ഇതിന് 1200 രൂപയൊക്കെ വരുന്നുണ്ട് കേട്ടോ വലുതിന്. ഇതിനും ക്വാളിറ്റി ഉള്ളതൊക്കെ ഉണ്ട്. 1500-നും 1800-നും 2000-നും വരുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ ചെറുത് അവൈലബിൾ ആണ്. ഞാൻ കാണിച്ചു തരേണ്ട അതായത് ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്, ഹോസ്പിറ്റലിലേക്ക് എന്തൊക്കെ കൊണ്ടുപോകുന്നെന്നുള്ളത് കാണിച്ചു തരുന്നതിൽ ഞാനത് കാണിച്ചു തരേണ്ടത്. കാരണം ഞാൻ അതായിരിക്കും കൊണ്ടുപോകാം. കാരണം ഹോസ്പിറ്റൽ ബെഡ് എന്ന് പറയുന്നത് ചെറുതായിരിക്കും. അപ്പം നമുക്കും ഈ ഒരു ബെഡിനും കൂടി കിടക്കാൻ കഴിയില്ല, ചെറുതായിരിക്കും വേണ്ടി വരാം. എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പം എന്തായാലും ഇതൊരു ഐറ്റം നമുക്ക് ആവശ്യമാണ്.